ഇതിന് മുന്നേ ഞാൻ ഒരു നാട്ടുകൂൺ മസാലക്കറി ഉണ്ടാക്കുന്ന രീതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുണ്ടായി ഇങ്ങനെ നാട്ടുകൂൺ മസാലക്കറി മാത്രമല്ല സാധാരണ രീതിയിൽ കറി വയ്ക്കാമെന്ന്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്. കൂൺ നേരെയാക്കിയതാണ് കേട്ടോ. നാട്ടുകൂണാണ്. തൊലിയൊക്കെ കളഞ്ഞ് നേരെയാക്കി വെച്ചേക്കാട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു 20 അല്ലി ചെറിയ ഉള്ളി. പിന്നെ ഇത് ഉണക്കമുളകാണ്. അത് എല്ലാവരുടെയും എത്ര വേണം എരിവിനനുസരിച്ച് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുക്കുക. ഇത് തിരിക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലാതെ അരയണമെന്നില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. ഇതും കൂട്ടത്തിലിടുക. നാട്ടുകൂൺ സാധാരണ കറി വയ്ക്കുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നാട്ടുകൂണാണ് കേട്ടോ, നേരെയാക്കി വെച്ചേക്കാണ്. പിന്നെ അതിന് വേണ്ടുന്നത് ഞാനൊരു 20 അല്ലി ചെറിയ ഉള്ളിയും കുറച്ച് ചുവന്ന മുളകും. അത് നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചുവന്ന മുളക് എടുക്കാം. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാനേ പാടുള്ളൂ. നല്ലപോലെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ. ആദ്യം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് ഈ കൂണ് ഇതിലേക്ക് ഇടുക. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ടും ഉപ്പും കൂടി ഇടുക. രണ്ടും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കളർ കുറവായിരിക്കും, കാരണം നമ്മൾ സാധാരണ മുളക് പൊടിക്കാണല്ലോ കളർ ഉണ്ടാവുക. ഇതിന് കളർ കുറച്ച് കുറവായിരിക്കും, എന്നാലും ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് കേട്ടോ, സാധാരണ മുളകായതുകൊണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഇത്രയും ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകം. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിക്കേണ്ട പണിയേ ഉള്ളൂ. അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പണി കഴിഞ്ഞു. ടേസ്റ്റി കൂണ് കറി റെഡി.